പള്ളി കൂദാശ 4-ാം ചൊവ്വ. ലുക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. രക്തസ്രാവക്കാരിയുടെ സൗഖ്യം. 12 വർഷമായി രക്തസ്രാവം മൂലം ശാരീരികമായും സാമ്പത്തികമായും സാമൂഹികപരമായും ഏറെ കഷ്ടപ്പെട്ടവളെക്കുറിച്ച് സുവിശേഷം പറയുന്നത്. വളരെ കഷ്ടപ്പെട്ടു. പല വൈദ്യന്മാരുടെയും അടുത്ത് പോയി. കൈവശമുള്ളതെല്ലാം ചെലവഴിച്ച് സ്ഥിതി കൂടുതൽ മോശമായി എന്നൊക്കെയാണ്. ലേവ്യ 15-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതനുസരിച്ച് അനുഷ്ഠാനക്രമം അവൾക്ക് മരിച്ചവർക്കുത്തലുമായ ഒരു ജീവിതമാണ് വിധിച്ചിരുന്നത്. അവളുടെ മേൽ ആർക്കും അനുകമ്പയില്ലായിരുന്നു. എന്നാൽ അവൾ ആവശ്യപ്പെടാതെ യേശു അവളെ തൽക്ഷണം സുഖപ്പെടുത്തുന്നു. 12 വർഷമായി പ്രഗല്ഭരായ വൈദ്യന്മാരെ കിണിഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം. അവന്റെ അറിവ് പോലുമില്ലാതെ അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിച്ചപ്പോൾ അവൾ പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അവളുടെ വിശ്വാസത്താൽ അവളെ രക്ഷിച്ചത്. ഈ വിശ്വാസത്തിൽ യേശുവിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന കരുണയും അനുകമ്പയിലുമുള്ള അവളുടെ രോഗം പരിപൂർണ്ണമായി കഴുകിപ്പോയി. അവളുടെ വിശ്വാസത്തികത്താൽ അവൾ അവന്റെ മകളായി മാറി. വിശ്വാസത്താൽ ഒരാൾ യേശുവിന്റെ കുടുംബാംഗമായി മാറുന്നു എന്ന് ചുരുക്കം. നമ്മുടെ പ്രാർത്ഥനാവേളകളിലും ധ്യാനകേന്ദ്രങ്ങളിലും അലമുറയിട്ടുള്ള നമ്മുടെ ശബ്ദം കോലാഹലങ്ങൾക്കുമേലുള്ള ഒരു ചോദ്യചിഹ്നമാണ്. രക്തസ്രാവക്കാരിയുടെ ഈ സൗഖ്യം. ഉള്ളിൽ തട്ടാതെയുള്ള പ്രാർത്ഥനയും ഭക്താസനങ്ങളും ഫലപ്രദതയുള്ളവയായിരിക്കില്ല എന്ന പാഠമാണ് ഈ സംഭവം.